എരുമ പേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് ചേട്ടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കല്ലൂന് നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു 3 മണി ആയപ്പോൾ തൊട്ട് എന്നെ വിളിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. വരുമ്പോൾ പേസ്റ്റ് കൊണ്ടുവരണേന്നും പറഞ്ഞ് കതക് അങ്ങോട്ട് തുറന്നപ്പോഴേ പേസ്റ്റ് കൊണ്ടുവന്നു കേട്ടോ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇന്നത് ഇടത്ത് കൈയിലോട്ട് മാറ്റി കുത്തിയിട്ടുണ്ട് കേട്ടോ ആളിന്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് അവൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. നല്ല അലർജി ഉണ്ട് ആളിന്. എരിവ് ഒട്ടും പറ്റത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിന് ഒരു എരിവുണ്ടെന്ന് കേട്ടോ ആൾ പറയുന്നത്. അപ്പോൾ മുളക് പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചുള്ള കറികളൊന്നും ആളിന് പറ്റത്തില്ല. അപ്പോഴത്തേനും നന്നായിട്ട് അലർജി കേട്ടോ. വായിക്കുക ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വന്നപ്പോഴേ മുടിയൊക്കെ കെട്ടി വെച്ചിരുന്നത്. എന്നെ കണ്ടപ്പോൾ ഒന്നുകൂടെ മുടി കെട്ടിത്താന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ ഓരോ പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ല ആക്റ്റീവായിട്ടുണ്ട്. ടെമ്പറേച്ചർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല നോർമലായിട്ടുണ്ട്. പിന്നെ കൗണ്ടിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ നമ്മൾ ഡിസ്ചാർജ് ആവാത്തത്. നമ്മുടെ അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട്. അപ്പം പിന്നെ ഞാൻ രാവിലെ പോയിട്ട് വൈകിട്ടാണേ വരുന്നത്. അങ്ങനെ വേണ്ട വന്നെയാണ്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ആളിനപ്പോഴത്തേനും ഒരു നിർബന്ധമൊക്കെ തുടങ്ങി. ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എടുത്തുകൊണ്ട് കിടന്ന് ഉറക്കാനാട്ടോ ചേട്ടത്തി പറയുന്നത്. അപ്പോൾ ചേട്ടത്തി ഇടയ്ക്ക് വഴക്ക് പറയുകയാണ്, എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കിടന്ന് ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേനും ആൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചി പറഞ്ഞു കോഫിയൊന്നും കുടിച്ചില്ല, എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന്. പിന്നെ ഞാൻ താഴെ പോയി ഒരു കോഫിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്സും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആയി കേട്ടോ പപ്സ് കഴിച്ചിട്ട്. കിടന്നതിൻ്റെ പപ്സും ഒരു കോഫിയും കൂടെ ഒക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.